പക്ഷേ മിറാജും സീസ് ഫയർ കരാറും, യുദ്ധം അഥവാ വെടിവെപ്പ് നിർത്തണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നുമുള്ള ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ച ഒരു കരാറാണ് ഈ മിറാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്താണ് ഇപ്പോൾ ചിന്തിക്കാനുള്ളത്? മിറാജിൻ്റെ സന്ദേശമുണ്ട്. മിറാജിൻ്റെ സന്ദേശം വഴിമുട്ടുമ്പോൾ പുതിയ പുതിയ വഴികൾ തുറക്കപ്പെടുന്നു എന്നുള്ളതാണ്. മിറാജിൻ്റെ സന്ദേശം അതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പ്രയാസത്തിലാണ് മക്കയിൽ ജീവിച്ചിരുന്നത്. സ്വന്തം പ്രിയപ്പെട്ട പ്രിയതമയായിരുന്ന ഖദീജ ബീബിയുടെ വഫാത്ത്, ശത്രുക്കളിൽ നിന്ന്, ഖുറൈശികളിൽ നിന്ന് ശക്തമായി പ്രതിരോധം സൃഷ്ടിച്ച് പ്രവാചകന് സുരക്ഷ കൊടുത്ത അബൂ താലിബിന്റെ വഫാത്ത്, മരണം, എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ത്വായിഫിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ എറിഞ്ഞ് കാൽപാതകളിൽ രക്തമൊഴുക്കിയ ദാരുണമായ സംഭവം. എവിടെയും പ്രയാസം മാത്രമുള്ള ദുഃഖത്തിന്റെ വർഷം വന്ന് ആമുൽ അഹ്സാൻ, ദുഃഖങ്ങളുടെ വർഷം എന്ന് പറഞ്ഞൊരു വർഷമായിരുന്നു മഹാനായ പ്രവാചകന്റെ ജീവിതത്തിലെ ആ കാലഘട്ടം. 3 വർഷക്കാലങ്ങളാണ് ഷുഐബ് അബീ ത്വാലിബിൽ ഭക്ഷണമില്ലാതെ പുല്ലും വൈക്കോലും എന്ന് പറഞ്ഞതുപോലെ ഇലകൾ ഭക്ഷിച്ചുകൊണ്ട് ചുത്തടക്കേണ്ട ഗതികേട് പ്രവാചകന്റെ ജീവിതത്തിൽ വന്നു. ഇതൊക്കെ പ്രയാസങ്ങളാണ്. ഈ പ്രയാസങ്ങളിലുള്ള മോചനമാണ് ഇസ്രാ എന്ന് പറയുന്നത്, മിറാജ് എന്ന് പറയുന്നത്. അതുപോലെ ബർക്കത്തുള്ള ഇടത്തേക്കാണ് പ്രവാചകൻ പോയത്, അത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. അതുപോലെ വിശ്വസിക്കാനാകാത്ത പല സംഭവങ്ങളും പ്രവാചകന്റെ ജീവിതകാലത്ത് ആ മിറാജുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളതും ഇതിൻ്റെ ഒരു സന്ദേശമാണ്. ഈ ഒരു സന്ദേശമാണ് മിറാജ് എവിടെയാണോ നടന്നത് ആ നാട്ടിലും നടന്ന വലിയ സംഭവം ഈ അത്ഭുതങ്ങളുടെ വലിയ വലിയ വിഷയങ്ങളായി നമ്മൾ കാണുകയാണ്. പ്രവാചകൻ എങ്ങോട്ടാ പോയത്? ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത് അത് ഫലസ്തീനിലാണ്, അത് ഇസ്രായേലിലാണ്. ആ ഇസ്രായേലിലുള്ള ഫലസ്തീനിലുള്ള പാവപ്പെട്ട ആളുകൾ അവരെ അടിച്ചൊതുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഗസ എന്ന് പറയുന്ന പ്രദേശം അത് ശക്തമായ രീതിയിൽ ബോംബർ വിമാനങ്ങൾ കൊണ്ടുപോയി ബോംബ് വർഷിച്ച് മനുഷ്യനെയും ബിൽഡിങ്ങുകളെയും നാടിനെയും കുട്ടിച്ചോറാക്കിയിരിക്കുന്നു. ഇങ്ങനെയുള്ള വലിയൊരു പ്രതിസന്ധിയാണ്. ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് സീസ് ഫയർ എന്ന് പറയുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു കരാർ വരുന്നത്. ആ കരാറിന്റെ പിന്നിലുള്ളത് ഖത്തറാണെങ്കിലും ഈജിപ്താണെങ്കിലും അമേരിക്കയാണെങ്കിലും ലോകത്ത് നടന്നൊരു വലിയ അത്ഭുതമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറയുന്നത് മിറാജ് നടന്ന ആ നാട്ടിൽ വലിയ അത്ഭുതങ്ങൾ, അവിശ്വസനീയമായ അത്ഭുതങ്ങൾ നടന്നിരിക്കുകയാണ്. മഹാനായ പ്രവാചകന്റെ മിറാജും അത്ഭുതങ്ങൾ നിറഞ്ഞൊരു യാത്രയായിരുന്നു, അവിശ്വസനീയമായിരുന്നു. ഈ രീതിയിൽ അവിശ്വസനീയമായ രീതിയിലുള്ള ഒരു സംഭവമാണ് ഈ കാണുന്ന സീസ് ഫയർ കരാറിലൂടെ പശ്ചിമേഷ്യയിൽ നടന്നത്. നോക്കൂ നിങ്ങൾ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനം കിട്ടിയത് ഇസ്രായേലിലൂടെയും മിറാജിലൂടെയുമാണ്. ഇസ്രായേലിലുള്ള പാവപ്പെട്ട ഫലസ്തീനികൾക്ക്, ഗസയിലുള്ള ആളുകൾക്കൊക്കെ അവസരം, സന്തോഷം നേടാൻ പറ്റിയതും ഈ മിറാജിന്റെ നാളുമായി ബന്ധപ്പെട്ട ഈ മിറാജിന്റെ സന്ദർഭങ്ങളിലാണ്. വ്യക്തമായി പറഞ്ഞാൽ 471 ദിവസമാണ് പീഡനം അനുഭവിച്ച് പാവപ്പെട്ട ഒരു വിഭാഗത്തെ അടിച്ചമർത്തിയത്. തൂഫാൻ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സംഭവം നടന്നു. അത് 2023 ഒക്ടോബർ മാസം 7 രാവിലെയാണ്. അന്ന് അവിടെ നടത്തിയ തൂഫാൻ ഇസ്രായേൽ എന്ന് പറയുന്ന അഥവാ ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടെ ശക്തമായി ആക്രമണം നടത്തുകയും അവിടെയുള്ള 200 ചില്ലാനും ആളുകളെ പിടിച്ചുകൊണ്ടുപോവുകയും ഒക്കെ ചെയ്തൊരു സംഭവം 2023 നടന്നത്. അതിനുശേഷമുള്ള ഒരു വലിയ വിഷയങ്ങളാണ് അവിടെ നടന്നത്. പക്ഷെ അവരത് ശക്തമായി നേരിടുകയാണ് ചെയ്തത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പീഡനങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ ആ പ്രവാചകൻ അത് ക്ഷമയോടെ കൈകാര്യം ചെയ്തു. ഇവർ ആരുടെയും സഹായം തേടിയില്ല. അവർ സ്വന്തം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ല മതി, അല്ലയാണ്. ഏത് രാഷ്ട്രങ്ങൾ ഞങ്ങളെ കൈയൊഴിഞ്ഞാലും, ഏത് രാജ്യം ഞങ്ങളെ സഹായിക്കില്ലെന്ന് പറഞ്ഞാലും, അവിടെ നിന്ന് ഇടിഞ്ഞു തകർന്ന ബിൽഡിങ്ങിന്റെ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഈ മുദ്രാവാക്യമാണ് അവർ ഉയർത്തിയത്. ഇന്ന് അവിടെ കാണുന്നത് എന്താണ്? സിന്മാർ എന്ന് പറയുന്ന അവിടെയുള്ള ഗസയിലെ അവിടെയുള്ള ഹമാദിന്റെ തലവൻ അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാം നിങ്ങൾ?
കുന്നാ നഖ്ശൽ മൗത അലാ ഫിറാഷിന, ഞങ്ങൾക്കുള്ള ഭയം ഞങ്ങൾ കട്ടിലിൽ കടന്ന് മരിക്കുന്നതാണ്, ഞങ്ങൾ വിരിപ്പിൽ കടന്ന് മരിക്കുന്നതാണ് ഞങ്ങൾ പേടിക്കുന്നത്. ഖമായമൂത്തുൽ മഈർ, പോത്തുകളും അതുപോലെ ഒട്ടകങ്ങളും മാടുകളും ഒക്കെ ചാവുന്നത് പോലെ ഞങ്ങൾ വിരിപ്പിൽ കടന്ന് മരിക്കുന്നത് പേടിക്കുന്നവരാണ് ഞങ്ങൾ. വനഖ്ശ അൻ നമൂത ഫീ ഹവാദിസ് തുറഖ്, വഴികളിലുണ്ടാകുന്ന അപകടങ്ങളും ദുരന്തങ്ങളും ആക്സിഡന്റുകളും, ഇതെത്ര ആളാണ് മരണപ്പെടുന്നത്? ആ മരണം ഞങ്ങൾക്ക് പേടിയാണ്. അറ്റാക്ക് വന്ന എത്ര ആളുകളാണ് മരണപ്പെട്ടത്? കൊറോണ ബാധിച്ച എത്ര ആളുകളാണ് മരണപ്പെട്ടത്? ഈ മരണമൊക്കെ നിങ്ങൾക്ക് പേടിയാണ്. അങ്ങനെ മരിക്കുന്നത് നിങ്ങൾക്ക് പേടിയാണ്. എന്നാൽ ഞങ്ങൾ പേടിക്കാത്തൊരു മരണമുണ്ട്. അത് ഞങ്ങൾ പേടിക്കാത്ത മരണം, അത് ഞങ്ങളെതിരെ വരുന്ന ആക്രമിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി ഞങ്ങൾക്കെതിരെ വരുന്നവരോട് പോരാടി മരിക്കലാണ്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. കുറെ ആളുകൾ ഇവിടെ നിന്ന് ഷഹീദായി പോയിട്ടുണ്ട്, ചെറുതും വലുതുമായ ആളുകൾ. അവരെക്കാൾ വലുതല്ല ഞങ്ങളെ റൂഹുകൾ, ഞങ്ങൾ അർവാഹുകൾ അതിനാണ് വലുതല്ല. ഒട്ടകങ്ങളെപ്പോലെ ആലയിൽ കടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത്, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ഞങ്ങൾ പേടിക്കാതെ മരിക്കാൻ വേണ്ടുന്ന വഴി അത് പോരാട്ടത്തിന്റെ വഴിയാണ് എന്നവർ പറയാം. നോക്കൂ നിങ്ങൾ, ഇവർക്ക് മുമ്പിൽ എല്ലാം പരാജയപ്പെടും, ഇവർക്ക് മുമ്പിൽ എല്ലാം പരാജയപ്പെടും. 471 ദിവസം നരനായാട്ടം നടത്തിയിട്ട് ഒരാളെ പോലും പിടിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയിൽ അവസാനം ഈ പറയപ്പെട്ട ഈ സീസ് ഫയർ കരാർ വെച്ച് ഇവരിൽ നിന്ന് ഇപ്പോഴാണ് റിപ്പോർട്ട് കിട്ടുന്നത് എന്ന് കാത്തിരിക്കേണ്ട അവസ്ഥാവിശേഷം രാജ്യത്തെ ഏറ്റവും വലിയ ശക്തിക്കുണ്ടായി എന്ന് പറയുന്നത് എത്ര വലിയ മോശമാണ്. 4 രാജ്യങ്ങളോട് ഒന്നിച്ചു നിന്ന് പോരാടി വിജയിച്ചു, അവർ രാജ്യങ്ങളുടെ ഭാഗങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ് ഇതുവരെ സകല യുദ്ധങ്ങളിലും വിജയിച്ചവർ, ഒന്നുമില്ലാത്ത കല്ലും പല്ലും ഉപയോഗിച്ച് പോരാടിയ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന് പറഞ്ഞ് പീഡന താണ്ഡവ നൃത്തമാടകൾക്ക് വിധേയമായ ഈ പാവപ്പെട്ട സമൂഹമുണ്ടല്ലോ, ഈ സമൂഹത്തിന്റെ മുമ്പിലാണ് പരാജയപ്പെട്ടത്. എല്ലാവരും അങ്ങനെയാണ്. അവരെ പറഞ്ഞത് പിന്നെ ഒരാളുണ്ട്, അദ്ദേഹം അർഹി സഹരവി എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രിയുണ്ട്. മൂപ്പര് പറയാണ് ഞങ്ങൾ രാജിവെക്കുകയാണ്, രാജി എഴുതി കൊടുത്തിരിക്കുകയാണ്. എന്തിനെന്നറിയോ? ഇസ്രായേൽ ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. ആരിൽ നിന്ന്? വൻ ആയുധങ്ങളും വൻ സമ്പാദ്യങ്ങളുമുള്ള അണ്വായുധ ശേഷിയുള്ള ഏതോ ഒരു വലിയ രാഷ്ട്രത്തിനെ കുറിച്ചിട്ട് എല്ലാവർക്കും പ്രയാസമുള്ളത്. അവരിൽ നിന്ന് രക്ഷ കൊടുക്കാൻ ഒരു കുഴപ്പമില്ല, പ്രയാസം ഉണ്ടാവരൊക്കെ വേണമെങ്കിൽ. പക്ഷേ ഈ പ്രിയപ്പെട്ട ആളുകളുണ്ടല്ലോ, ഹമാസ് എന്ന് പറയുന്ന ഈ ആളുകൾ, ഇവരുടെ ശക്തമായ ആക്രമണങ്ങൾക്ക് വിധേയമാകുമ്പോൾ അവരെ തടുക്കാൻ നിങ്ങൾക്ക് പറ്റാതെ പോയത് കൊണ്ട്, സുരക്ഷ കൊടുക്കാൻ കഴിയാതെ രാജിവെക്കുന്നുവെന്ന് പറയുന്നിടത്തേക്ക് എത്തുമ്പോൾ ഞാൻ പറയുന്നത് മീറാജും ഈ സീസ് ഫയർ കരാറും തമ്മിലുള്ള ബന്ധമാണ്. ഈ ഒരു ബന്ധം ഈ മീറാജിന്റെ രാത്രിയുമായി ദിവസങ്ങളുമായി വരുന്നു എന്നുള്ളതാണ്. ഫിരോനില്ലേ, ഫിരോൻ വളരെ വലിയ രീതിയിൽ അവൻ പറഞ്ഞത്, ഇന്നലെ അവൻ പറഞ്ഞത് എൻ്റെ അടിയിലൂടെയാണ് നദികൾ ഒഴുകുന്നതെന്നാണ്. ഇപ്പം അത് കയ്യിൽ കിട്ട ഇത് പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഇറങ്ങിയത്. അവര് പറഞ്ഞത് 3 പ്രതിജ്ഞകളായിരുന്നു. IDF-ഉം അതുപോലെ ബെഞ്ചമിനും പറഞ്ഞിരുന്നത് 13 പ്രതിജ്ഞകളാണ്. ഹമാസിന് ഞങ്ങൾ ഇല്ലാതാക്കുമെന്നായിരുന്നു, കഴിഞ്ഞില്ല. ഭരണം ഞങ്ങൾ ഏറ്റെടുക്കും ഗസയിലെ എന്നായിരുന്നു, കഴിഞ്ഞില്ല. ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്നാ പറഞ്ഞത്, ഒന്നും നടന്നില്ല. എത്രത്തോളം വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ, കരാർ എഴുതി കഴിഞ്ഞതോടുകൂടി ആ ഗസ ഇടിഞ്ഞ് തകർന്ന ഗസയുടെ ഇടയിലൂടെ ജനനിബിഡമായി ആയുധധാരികളായ ഹമാസിന്റെ പട്ടാളം വരുന്നത് ലോകം മുഴുവനും അത്ഭുതത്തോടെയാണ് പിടിച്ചത്. ഞാൻ പറഞ്ഞത് അത്ഭുതം നടന്ന മാസത്തിൽ മിഅ്റാജ് നടന്ന ആ സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ടാണ് ലോകത്തിന്റെ മുഴുവനും കണ്ണ് നാട്ടിക്കൊണ്ടിരുന്നിരുന്നത്, അവിടേക്ക് നോക്കിയാണ് നിന്നിരുന്നത്. ഇവൻ പറഞ്ഞു അന റബ്ബുക്കും അല്ലാ, ഞാനാണ് നിങ്ങളെ ഏറ്റവും ഉന്നതനായ റബ്ബ് ഇന്നലെ പറഞ്ഞു. പിന്നെയോ ഓൻ പറഞ്ഞത് മാലിം തുലക്കും മിന്നാഹിൻ വൈരി, ഞാനല്ലാത്ത ഇലാഹ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ ആളുകളാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? ധിക്കാരികളായ ആളുകളുടെ കുതന്ത്രങ്ങൾ ചിലന്തി വലകളെക്കാൾ ബലഹീനമാണ്.
ഇവരെത്ര വലിയ സുരക്ഷയുടെ അമേരിക്കയുടെ സുരക്ഷയുടെ കോട്ട കെട്ടിയാലും സാക്ഷാൽ ഇത് മുഴുവനും അമേരിക്ക ഊതി വീർക്കുന്ന ബലൂൺ മാത്രമാണ്, സ്വയം ശേഷിയില്ല എന്നുള്ളത് വ്യക്തമായി ലോകത്തിന്റെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഈ മിറാജിന്റെ ഈ രാവിലുകളിൽ മിറാജിന്റെ മാസത്തിൽ മിറാജ് നടന്ന നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും വ്യക്തമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലദി യസ്റാ ബിഅബ്ദി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. എല്ലാവർക്കും അതറിയാം. ലിനുരിയഹു മിൻ ആയാതി, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനാണ് പ്രവാചകനെ കൊണ്ടുപോയത്. ആ ദൃഷ്ടാന്തങ്ങൾ പ്രവാചകൻ കണ്ടു. ലോകം വലിയ ദൃഷ്ടാന്തം കണ്ടു. വലിയ സന്ദേശമുണ്ട്, വിശദമായി പറയേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ ഒരു പുണ്യ ദിവസം വരുമ്പോൾ, പ്രവാചകന് സന്തോഷം നൽകിയ ദിവസമാകുമ്പോൾ, അഥവാ മിറാജിന്റെ രാവ്, അതിന്റെ പിറ്റേ ദിവസം അല്ലാഹുവിന് നന്ദിയായി നോമ്പ് നോൽക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ സ്വാമ യൗമ സാബിഉൽ 27 ദിവസത്തെ നോമ്പ്, അതിന്റെ പ്രതിഫലം കതബല്ലാഹു വസവാബ 60 ശഹ്റാ, 60 മാസത്തിന്റെ പുണ്യമാണ്. ഹദീസ് ഇത് ബുഖാരിയാണോ മുസ്ലിമാണോ നോക്കി പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. നന്മ ചെയ്യാൻ വേണ്ടി മഹാന്മാരെ പഠിപ്പിച്ച ഹദീസായത്. ബലഹീനമാണെന്ന് പറഞ്ഞാലും അത് കെട്ടിച്ചമച്ച ഹദീസല്ലെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് മതി നമുക്കത് നോമ്പ് നോൽക്കാൻ. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അത്ഭുതങ്ങളും സൃഷ്ടിച്ച, ലോകത്തത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പുണ്യമാസത്തിൽ, ഈ പുണ്യ ദിനങ്ങളിൽ ജഗന്നിയന്താവായ റബ്ബിന്റെ അടുത്തേക്ക് അടുക്കാൻ അല്ലാഹു